എന്തിട്ട് പരിപാടി മക്കളെ കാലത്ത് തന്നെ മുട്ടയും കടലും കഴിച്ചിട്ടുണ്ട് ഇറങ്ങിയപ്പോഴാണ് അറിയണത് മോളിക്ക് സൈക്കിൾ പോകാൻ പറ്റില്ല, പോകും വഴി കഴിഞ്ഞാൽ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല, ടാക്സികൾ മാത്രമേ പോകുള്ളൂ. അത് രണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ തികച്ച് പോകാൻ പറ്റില്ല, അങ്ങനത്തെ വഴിയാണ്. പിന്നെ പറഞ്ഞാൽ ഗംഭീര കയറ്റവും വളവായിട്ടുള്ളതാണ്. സൈക്കിളും പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാണ്ട് പെടും. ടാക്സിയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. എന്നാൽ ടാക്സി 200 രൂപ കൊടുത്ത് ടാക്സിയിൽ ഡാർജിലിംഗിലേക്ക് ആക്കി തരും. ജോർദാനിൽ ഡാർജിലിംഗിലേക്ക് ആകെ 200 രൂപയാണ് അവർ പറയണത് കേട്ടോ. അങ്ങനെ ഒന്നും നോക്കിയില്ല, നേരെ കയറി. എങ്ങനെയായാലും വയ്യാത്തത് എങ്ങനെയെങ്കിലും ഡാർജിലിംഗ് എത്തണം. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോകാന്നുള്ള പരിപാടിയിലാണ് നമ്മൾ കയറി പോകണം. പോകും വഴിക്കുള്ള കയറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ, ഞാൻ ചിന്തിച്ചതിനേക്കാൾ ഇതുവരെ വന്നതിനേക്കാൾ ഒരുമാതിരി വൃത്തികെട്ട റോഡ് നല്ല റോഡാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ വളവും തിരിവും കയറ്റം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഇത്ര ദിവസം വന്നിട്ടുള്ള റോഡിൽ ഇത്രയും കുത്തനുള്ള കയറ്റം ഞാൻ കണ്ടിട്ടില്ല. അമ്മാതിരി കയറ്റം എന്ന് പറയില്ല, എന്ത് കയറ്റാ ഇയാളാ ഒരുമാതിരി വൃത്തികെട്ടപ്പെടാം. അപ്പുറത്തെ സൈഡിൽ കൊക്കയെന്നുള്ള ചിന്ത പോലും ഇല്ല. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കലിരിക്കണം. അത് കാരണം കുറച്ച് നേരം നടന്നു. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഇയാൾ വണ്ടി നിർത്തി ഇറങ്ങിയത് ഓർമ്മയുള്ളൂ. അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് തലയൊക്കെ കറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ നടന്നത്. അങ്ങനെ വീണ്ടും വിട്ടു, നേരെ ഡാർജിലിംഗ് എത്തി. ഡാർജിലിംഗിൽ എത്തി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത പറഞ്ഞാൽ, ഡാർജിലിംഗിൽ എല്ലാ റോഡിനോട് ചേർന്ന് ഇതേപോലൊരു ട്രാക്ക് ഉണ്ടാവും, റെയിൽവേ പാളം. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽ അങ്ങനെയാണ് പറയപ്പെട്ടത് ഇതിനെ. ശരിക്കും പറഞ്ഞാൽ ഇതല്ല മെയിൻ, ഇത് ഡീസലാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ കൽക്കരി ഉള്ളതുണ്ട്, അതാണ് ജാതി രസം. പുകയൊക്കെ വന്ന് ഇങ്ങനെ വിസലൊക്കെ അടിച്ച് ജാതി രസം പോകണമാണ്. നമ്മൾ കുറേ ആൾക്കാർ സിനിമയിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സെറ്റപ്പ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജാതി രസമായിട്ടാണ്. ആൾക്കാർ കാണാനുള്ള കാഴ്ചകളും. ഡാർജിലിംഗ് ഭയങ്കര ചെറുതാണ് കാണാൻ, അധികം വലുതായിട്ടൊന്നുമില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹിമാലയൻ ഡാർജിലിംഗ് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇതിൽ വരുന്നത്. ശരിക്കും ഇതാണ് കാണാൻ രസം മറ്റേതിനേക്കാളും. മറ്റേത് വന്നതും പോണതൊന്നും ആരും അറിയില്ല. ഇതാകുമ്പോൾ എല്ലാവരും അറിയിക്കും കണ്ടു മൊത്തത്തിൽ. അങ്ങനെ റൂം നോക്കണമല്ലോ, റൂം നോക്കി കുറേ നേരം നടന്നു, ഒരു രക്ഷയില്ല. റൂമിനൊക്കെ ഞാൻ ഒടുക്കത്തെ വില ഉണ്ട്, അല്ല 5 പൈസ ഇല്ല. അങ്ങനെ ഇവിടുത്തെ ആൾക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഡൊക്കെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയാട്ടോ, കണ്ടില്ലേ? കുറേ വെറൈറ്റി കാഴ്ചകളാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര സ്നേഹമായിട്ടോ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ. നമ്മളെന്തൊരു മറ്റേ അത്ഭുത ജീവി പോലെ വരും നമ്മൾ നോക്കണേ. ഞാൻ എന്തായാലും റൂം എടുക്കണല്ലോ, അപ്പോൾ എന്തായാലും ചൂടുള്ള ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് സോയാബീനും അരിയും പരിപ്പും ഒക്കെ വാങ്ങിച്ചു, കുറച്ച് പച്ചക്കറിലൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പോകും വഴിക്കാൻ ചെയ്യും പറഞ്ഞ പോലെ തന്നെ. എല്ലാവരും ഇങ്ങനെ ലോഡ് താങ്ങി കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുണ്ടാവും. ഇതൊക്കെ നോക്കിയിരുന്നു. അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇരുത്തിയതാണ്. ചായ കുടിച്ചു എന്ന് പറയണ്ട, കുടിച്ച് കഴിയുമ്പോഴേക്കും ക്ലൈമറ്റ് മാറി. എന്ത് പെട്ടെന്ന് ക്ലൈമറ്റ് മാറണമെന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ക്ലൈമറ്റ് മാറി വിടും. അങ്ങനെ ഒരു ഡോർമെറ്ററി കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്നാൽ വരാന്തയിൽ ഇരുന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ചോറും മുട്ട പൊഴുകിയതും സോയാബീനൊക്കെ സെറ്റായി. നമ്മുടെ ഡോർമെറ്ററിയിൽ നിന്നുള്ള ഉള്ളിൽ നിന്നുള്ള വ്യൂ ആട്ടാണ്ടില്ലേ, അടിപ്പം വ്യൂ എന്ന് പറഞ്ഞാൽ അടിപ്പം വ്യൂ, എന്ത് സെറ്റപ്പ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ രാത്രി ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റൂമിൽ നിന്നുള്ള വ്യൂ ആട്ടം മക്കളെ നോക്കി, എന്ത് രസം നോക്കി. ഈ ഡോർമെറ്ററിയിലാണെന്ന് വെച്ചാൽ ആരുമില്ല, ഞാൻ മാത്രം. ഭയങ്കര പീസ്, ഒരു രക്ഷയില്ല മക്കളെ. ഡാർജിലിംഗിൽ മൊത്തമായിട്ട് കാണാം അവിടെ. എന്താ ചെയ്യാല്ലേ. അങ്ങനെ കുറേ നേരം വീട്ടിൽ നിന്ന് അങ്ങോട്ട് ആസ്വദിച്ചു. നല്ലതാണോ, നല്ല വയ്യാത്ത കാരണം വേഗം പോയി കിടന്നു മക്കളെ, അല്ലെങ്കിൽ നാളേക്ക് എനിക്കില്ല.